നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ട്. 4 മണിക്ക് അറിയാം തെരഞ്ഞെടുപ്പ് തീയതികൾ. വാർത്താസമ്മേളനം ഡൽഹിയിൽ. കേരളത്തിൽ വോട്ടെടുപ്പ് ഏപ്രിൽ പകുതിക്ക് ശേഷമാകാൻ സാധ്യത. നെഞ്ചിടിപ്പോടെ മുന്നണികൾ. ബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി തെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിക്കും. സിപിഐയും സിപിഎമ്മും ഇന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. യുഡിഎഫും ധാരണയിലേക്ക്. ആദ്യഘട്ട പ്രഖ്യാപനം നാളെ. എൻഡിഎ സ്ഥാനാർത്ഥികൾ ചൊവ്വാഴ്ച. നിർണായക നീക്കവുമായി ഇറാൻ. ഹോർമുസ് കടക്കാൻ വിലക്ക്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും മാത്രം. കലിയും പകയും അടങ്ങുന്നില്ല. കെടുതികൾ രൂക്ഷമാക്കി യുദ്ധം. ഖാർഗ് ദ്വീപിലെ സൈനിക സന്നാഹങ്ങൾ നിലംപരിശാക്കിയെന്ന് പ്രസിഡന്റ് ട്രംപ്. ഹോർമുസ് കടക്കുമ്പോൾ അകമ്പടിയാകാൻ പേർഷ്യൻ ഗൾഫിലേക്ക് കൂടുതൽ ഇന്ത്യൻ പടക്കപ്പലുകൾ. യുഎഇയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ. ഡ്രോൺ ഭാഗം വീണ് ഫുജൈറയിൽ എണ്ണ ടെർമിനൽ ചാമ്പലായി. റുവൈസ് റിഫൈനറി അടച്ചു. നെതന്യാഹു ജീവനോടെയുണ്ടെന്ന് ഇസ്രായേൽ. രാജ്യത്താരും ഗ്യാസ് ഇല്ലാതെ പ്രതിസന്ധിയിലാകരുതെന്നുറപ്പിച്ച് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ. LPGയുമായി ശിവാലിക് കപ്പൽ നാളെ മുന്ദ്രയിലെത്തും. ഉൽപാദനം വർദ്ധിപ്പിച്ച് സർക്കാർ. കൂടുതൽ കരുതൽ നടപടികളുമായി സംസ്ഥാന സർക്കാരുകൾ. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ കൊള്ളയടിച്ചു. കവർന്നത് 2 കോടിയിലേറെ വിലയുള്ള സ്വർണമെന്ന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിയുടെ പരാതി. കാണാതായതിൽ 5 പവന്റെ സ്വർണ്ണക്കുഴി മിന്നുമാല, സ്വർണ്ണ പിരിവള, കമ്മലുകൾ, പാദസ്വരങ്ങൾ എന്നിവ. ഗുണ്ടാത്തലവൻ അതുലിനെ നടു റോഡിൽ വകവരുത്തിയ മുഴുവൻ പ്രതികളും പിടിയിൽ. പ്രതികളെത്തിയ വാഹനവും കസ്റ്റഡിയിൽ. പിടിയിലായ എല്ലാവരും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർ. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട നടൻ വിജയ് വീണ്ടും CBIക്ക് മുന്നിലേക്ക്. ചോദ്യം ചെയ്യൽ ഡൽഹിയിലെ CBI ആസ്ഥാനത്ത്. NDA സഖ്യവുമായി ബന്ധപ്പെട്ടും ഡൽഹിയിൽ ചർച്ചയുണ്ടാകുമെന്ന് സൂചന. വാർത്തയിലേക്ക് വിശദമായി. തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കേരളം. നാട്ടിൽ വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് വൈകിട്ട് 4-ന് പ്രഖ്യാപിക്കും. കേരളം, അസം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിക്കുക. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായിട്ടായിരിക്കുമെന്ന് സൂചന. രഞ്ജിത്ത് രാമചന്ദ്രനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവത്തിന് തുടക്കമാവുകയാണ്. പ്രഖ്യാപനം 4 മണിക്ക് പ്രതീക്ഷിക്കുകയാണ്. എന്തൊക്കെയാണ് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? കാത്തിരുന്ന ആ പ്രഖ്യാപനത്തിന് ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ഉണ്ടാകുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. അതിനുശേഷമാണ് ഇന്ന് വൈകിട്ട് 4 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പും വന്നു കഴിഞ്ഞു. ഇന്ന് 4 മണിക്ക് ഡൽഹിയിൽ വെച്ചാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. അതിൽ ഈ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കേരളത്തിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ബംഗാളിലും ആസാമിലും 4ഓ 5ഓ ഘട്ടമായിരിക്കും തെരഞ്ഞെടുപ്പ്. ഇതിൽ ആസാമിൽ ഒരുപക്ഷെ 3 ഘട്ടമായും ബംഗാളിൽ 5 ഘട്ടമായും തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതകളാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ബംഗാളിൽ 7 ഘട്ടമായിരുന്നു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത്. ഏതായാലും ഒരുക്കങ്ങളെല്ലാം മാസങ്ങൾക്ക് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിരുന്നു. ബംഗ്ലാദേശിലെ SIR പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു വൈകൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ബാക്കിയുണ്ടായിരുന്നത്. അത് ഇന്നോടുകൂടി പൂർത്തിയായ പശ്ചാത്തലത്തിൽ കൂടിയാണ് വൈകുന്നേരം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ തന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. പിന്നീട് വളരെ സ്ട്രിക്റ്റായി തന്നെ
ഒരു കാവൽ സർക്കാരായി അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാർ മാറുന്ന ഒരു പശ്ചാത്തലം കൂടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും നമുക്കറിയാം രേണുക, മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് മുന്നണികൾ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഇന്ന് ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം തന്നെ CPM-ന്റെ പ്രത്യേകിച്ച് LDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്നാണ് വിവരം. നാളെയായിരിക്കും UDF-ന്റെ ആദ്യഘട്ട പട്ടിക. UDF-ൽ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആദ്യഘട്ട പട്ടിക നാളെ ആയിരിക്കും പുറത്തു വരിക. മറ്റന്നാൾ BJP-യുടെ ആദ്യഘട്ട പട്ടിക പുറത്തു വരുമെന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിൽ കേരളം കാത്തിരുന്ന ഒരു തെരഞ്ഞെടുപ്പിന് അതിൻ്റെ പ്രഖ്യാപനത്തിന് അരങ്ങൊരുങ്ങുകയാണ്. മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ 15-നും 30-നും ഇടയ്ക്ക്, ഏപ്രിൽ 15-നും 30-നും ഇടയ്ക്ക് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടും വിഷുവുമായി ബന്ധപ്പെട്ടുമൊക്കെ ആശങ്കകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രാഷ്ട്രീയ പാർട്ടികൾ അതത് യോഗങ്ങളിൽ അറിയിച്ചിരുന്നു. അവരുടെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. അവിടെ അതനുസരിച്ചുള്ള തീരുമാനമായിരിക്കും കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുക. മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ 15-നും 25-നും ഇടയ്ക്കുള്ള ഒരു തീയതിയിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതാണ്. ഇത് ഈ പറഞ്ഞ വിഷു കഴിഞ്ഞ് തൃശ്ശൂർ പൂരത്തിന് മുൻപുള്ള ഒരു ഡേറ്റിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. ഒരുപക്ഷെ മെയ് ആദ്യ വാരത്തോടു കൂടിയാകും വോട്ടെണ്ണൽ ഉണ്ടാവുക എന്ന സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ പറഞ്ഞ 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയായ ശേഷം മാത്രമാണ് വോട്ടെണ്ണലിലേക്ക് കമ്മീഷൻ കടക്കുക. അത്തരത്തിൽ വളരെ ഗൗരവതരമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്ര സേനയുടെ അടക്കം വലിയ വിന്യാസം ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകും. നമുക്കറിയാം ബംഗാളും ആസാമും ഒക്കെ വലിയ സുരക്ഷാ പ്രശ്നങ്ങളുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെയും തെരഞ്ഞെടുപ്പുള്ളപ്പോൾ കേന്ദ്രസേന ഡിപ്ലോയ്മെന്റ് അടക്കം അനുസരിച്ചാകും ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇന്നലെ ബംഗാളിലെയും ആസാമിലെയും ഒക്കെ പരിപാടികൾ പൂർത്തിയാക്കിയാണ് മടങ്ങിയത്. അതിനു മുൻപ് കേരളവും തമിഴ്നാടും മറ്റും സന്ദർശിച്ചിരുന്നു. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇന്നലത്തോടുകൂടി പൂർത്തിയാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. അമിത്ഷായൊക്കെ പല സ്ഥലങ്ങളിൽ പര്യടനം നടത്തി മടങ്ങിയ പശ്ചാത്തലമൊക്കെയുണ്ട്. ഇത്തരത്തിൽ നിർണായകമായ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. തീർച്ചയായും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി രാഷ്ട്രീയ പാർട്ടികളും കാക്കുകയാണ്. എന്തായാലും നിർണായക പ്രഖ്യാപനം വൈകിട്ടാണ്. രഞ്ജിത്ത് സൂചിപ്പിക്കുന്നത് പോലെയാണെങ്കിൽ മെയ് ആദ്യ വാരം ഫലം വരുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുക എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും 3ാം തവണയും അധികാരത്തിൽ വരാൻ അരയും തലയും മുറുക്കി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇടതുമുന്നണി. തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് പിന്നാലെ CPM-ഉം CPI-യും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ഇത്തവണ പതിവിലും വേഗത്തിലാണ് UDF ക്യാമ്പിൽ നടക്കുന്നത്. നാളെയോ മറ്റന്നാളോ തന്നെ UDF-ഉം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നതാണ് വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നൽകിയ ആവേശം തെക്കും വടക്കും കൊടുങ്കാറ്റാക്കാനാണ് BJP-യുടെ നീക്കങ്ങൾ. ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിലും സീനിയർ നേതാക്കൾ BJP-ക്കായി മണ്ഡലങ്ങളിൽ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ VV അരുൺ, ഡാൻ കുര്യൻ, ഒപ്പം തന്നെ രഞ്ജിത്ത് എന്നിവർ ചേരുകയാണ്. ആദ്യം VV അരുണിലേക്ക്. അരുൺ, ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരു പടി മുന്നിലേക്ക് കടക്കാനാണോ ഇടതുപക്ഷം തയ്യാറെടുത്തിരിക്കുന്നത്? ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രതീക്ഷിക്കാം. മുൻകാലങ്ങളിലൊക്കെ ഇടതുമുന്നണി തന്നെയാണ് സംസ്ഥാനത്ത് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാവുക. പക്ഷേ കഴിഞ്ഞ കുറച്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF, കോൺഗ്രസ് നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആദ്യം കളം പിടിക്കുന്ന ചരിത്രം രീതി നമ്മൾ കണ്ടതാണ്. അവിടെയൊക്കെ UDF മേൽക്കൈ ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഇടതുമുന്നണി ഒരു പടി കൂടി മുന്നിലേക്ക് പോവുകയാണ്. CPM-ന്റെ സ്ഥാനാർത്ഥികളെ 5 മണിയോടുകൂടി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി CPM അവകാശപ്പെടുന്നു. CPI-യുടെ സ്ഥാനാർത്ഥികളും 5 മണിയോടുകൂടി തന്നെ MV ഗോവിന്ദന്റെ വാർത്താസമ്മേളനം കഴിഞ്ഞാലുടൻ ബിനോയ് വിശ്വം MN സ്മാരകത്തിൽ വെച്ച് CPI സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. മറ്റ് ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥികൾ ഇന്നും നാളെയുമായൊക്കെ പ്രഖ്യാപിക്കപ്പെടുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്ന. ചില സീറ്റുകളിൽ ഇപ്പോഴും ആശയക്കുഴപ്പങ്ങൾ ബാക്കിയാണ്, തർക്കങ്ങൾ ബാക്കിയാണ്. പക്ഷേ CPI 20 സീറ്റുകളുടെ സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിക്കുക. CPM 86 സീറ്റുകളിലാണ് മത്സരിക്കാൻ സാധ്യത. അതിൽ മുഴുവൻ സീറ്റുകളും ഇന്ന് പ്രഖ്യാപിക്കാനിടയില്ല. ചിലയിടങ്ങളിലൊക്കെ ഇപ്പോഴും സ്വാതന്ത്ര്യം തേടുകയാണ് CPM. അവിടെ മുഴുവൻ പേരെയും ഇന്ന് പ്രഖ്യാപിക്കാനിടയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരവും കൊല്ലവും പത്തനംതിട്ടയും ഒക്കെ CPM-ന് വലിയ സ്വാധീനമുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ ജില്ലകളാണ്. ഇവിടെ ഇത്തവണയും അത് ആവർത്തിക്കാനാണ് CPM-ന്റെയും ഇടതുമുന്നണിയുടെ ലക്ഷ്യം. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തുള്ള പ്രധാന നേതാവ് V ശിവൻകുട്ടി പറഞ്ഞത് കഴിഞ്ഞ തവണ 13 സീറ്റാണ് 14-ൽ തിരുവനന്തപുരത്ത് ലഭിച്ചത്. ഇത്തവണ 14 സീറ്റും നേടിയെടുക്കും. തിരുവനന്തപുരം ജില്ല തൂത്തുവാരുമെന്നാണ് ശിവൻകുട്ടി CPM-ന്റെ സംസ്ഥാന സമിതി അംഗം വിദ്യാഭ്യാസ മന്ത്രി അവകാശപ്പെടുന്നത്. നേമത്ത് കഴിഞ്ഞ തവണ പൂട്ടിച്ച BJP-യുടെ അക്കൗണ്ട് ഇത്തവണ ഇരട്ട താഴിട്ട് പൂട്ടുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്ത് വർക്കലയിൽ V ജോയിയാണ് CPM-ന്റെ സ്ഥാനാർത്ഥി. ആറ്റിങ്ങൽ OS അംബിക, അതും സിറ്റിംഗ് MLA ആണ്. ചിറയൻകീഴ് പുതുമുഖം CPI-യുടെ സംസ്ഥാന കൌൺസിൽ അംഗം മനോജ് B ഇടമന എത്തും. നെടുമങ്ങാട് GRN മന്ത്രി 2ാം ടൈമും ജനവിധി തേടും. വാമനപുരത്ത് DK മുരളി 3ാം ടൈം CPM-ന്റെ സംസ്ഥാന സമിതി അംഗം മത്സരിക്കും. കഴക്കൂട്ടത്ത് സംസ്ഥാന സമിതി അംഗവും മുൻ മന്ത്രി
സ്ഥാനാർത്ഥിയുമായ കടകംപള്ളി 4 മണിക്ക് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കുന്നുണ്ട്. വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് അദ്ദേഹം ഒരു ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് പൊതുതെരഞ്ഞെടുപ്പിലും ജയിച്ചു ഇത്തവണ വീണ്ടും മത്സരിക്കുന്നു. 5 മണിയോടുകൂടി MV ഗോവിന്ദനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് VK പ്രശാന്ത് റോഡ് ഷോയായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങുകയാണ്. നേമത്ത് ശിവൻകുട്ടി, അരുവിക്കര G സ്റ്റീഫൻ, പാറശാല CK ഹരീന്ദ്രൻ, കാട്ടാക്കട IB സതീഷ്, കോവളത്തിന്റെ കാര്യത്തിലും തിരുവനന്തപുരത്തിന്റെ കാര്യത്തിലും ഇനിയും തീരുമാനമാകാനിരിക്കുന്നു. നെയ്യാറ്റിൻകര ആൻസർ ഇതാണ് തിരുവനന്തപുരം ജില്ലയിൽ CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക. CPIയുടെ സ്ഥാനാർത്ഥി പട്ടിക. കോൺഗ്രസ് ഇത്തവണ ഇതിൽ 5 സീറ്റെങ്കിലും പിടിച്ചെടുക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തോടെയാണ് തിരുവനന്തപുരത്ത് പോരിനിറങ്ങുന്നത്. 5 സീറ്റെങ്കിലും ഇത്തവണ ഒപ്പം വരും. 1 എന്നുള്ളത് 5ലേക്ക് മാറുമ്പോൾ തന്നെ അത് വലിയ നേട്ടമായി മാറും. സാധാരണ തിരുവനന്തപുരം പിടിക്കുന്നവർക്കൊപ്പമാണ് ഭരണം നിൽക്കുക. കുറഞ്ഞത് 5 സീറ്റെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. BJP ഏറ്റവും അധികം പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളും തിരുവനന്തപുരത്താണ്. നേരത്തെ 2016 രാജഗോപാൽ ജയിച്ച നേമത്തിന് പുറമെ V മുരളീധരൻ മത്സരിക്കുന്ന കഴക്കൂട്ടം, രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ നേമത്ത് അതിശക്തമായി തന്നെ പ്രചരണ രംഗത്ത് ഉണ്ട്. തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ് അടക്കമുള്ള മണ്ഡലങ്ങൾ BJP വലിയ പ്രതീക്ഷയിലാണ്, ശുഭപ്രതീക്ഷയോടെ മത്സരിക്കാൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ 3 മുന്നണികൾക്കും വലിയ പ്രതീക്ഷയുള്ള ജില്ലയായി തിരുവനന്തപുരം മാറുന്നു. കൊല്ലത്ത് 11 സീറ്റിൽ CPM 5, CPI 4, കേരള കോൺഗ്രസ് B 1, RSP ലെനിനിസ്റ്റ് 1 എന്നുള്ളതാണ് നിലവിലെ ഘടന. അവിടെ ഇത്തവണയും പത്രാപുരത്ത് KV ഗണേഷ് കുമാർ കേരള കോൺഗ്രസ് B നേതാവ് മത്സരിക്കും. കൊട്ടാരക്കരയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം CPMന്റെ ധനമന്ത്രി KN ബാലഗോപാലാണ്. ചടയമംഗലത്ത് ചിഞ്ചുറാണി മന്ത്രി ഒരു തവണ കൂടി ജനവിധി തേടും. കുന്നത്തൂരിൽ RSP ലെനിനിസ്റ്റിന്റെ കോവൂർ കുഞ്ഞുമോൻ വീണ്ടും മത്സരിക്കും. കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് നേരിടാൻ CPI രംഗത്തിറക്കുന്ന MS താരയാണ്. ചവറയിൽ സുജിത് വിജയൻപിള്ള 2ാം ടൈമിലും മത്സരിക്കും. കുണ്ടറയിൽ ജില്ലാ സെക്രട്ടറി SS സജികുമാറാണ് വിശ്വനാഥിനെ പരാജയപ്പെടുത്താൻ ആ സീറ്റ് തിരിച്ചുപിടിക്കാനായി CPM കണ്ടുവച്ചിരിക്കുന്നത്. കൊല്ലത്ത് ആക്ടിംഗ് സെക്രട്ടറി കൂടിയായ S ജയമോഹൻ CPMന് വേണ്ടി മത്സരിക്കും. M മുകേഷിന് പകരം CPM കണ്ടെത്തിയത് ജയമോഹനെയാണ്. എരവിപുരത്ത് M നൌഷാദ് വീണ്ടും മത്സരിക്കും. ചാത്തന്നൂരിൽ R രാജേന്ദ്രനും പുനലൂരിൽ അജയപ്രസാദും CPIക്കും രംഗത്തിറങ്ങും. പത്തനംതിട്ടയും CPMന് വലിയ മേൽക്കൈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിക്കൊടുത്ത മണ്ഡലമാണ്. അവിടെ ആറന്മുള ജില്ലയാണ്. ആറന്മുള വീണ ജോർജ് വീണ്ടും മത്സരിക്കും. മന്ത്രിയാണ്. കോന്നിയിൽ KU ജനീഷ് കുമാർ, അവിടെ ഒരുപക്ഷെ അടൂർ പ്രകാശ് വന്നേക്കാം. അടൂരിൽ പ്രിജി ശശിധരൻ, പ്രിജി കണ്ണൻ എന്ന യുവ നേതാവിനെ, വനിതാ നേതാവിനെ ഇറക്കുന്നു CPI. തിരുവല്ലയിൽ മാത്യു തോമസ് തന്നെ ISJDക്ക് വേണ്ടി വീണ്ടും മത്സരിക്കും. പത്തനംതിട്ട ഇത്തവണ തങ്ങൾക്കൊപ്പം നിൽക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ വിജയത്തിന്റെ പ്രതീക്ഷയിൽ നിൽക്കുകയാണ് അവിടെ UDF. പത്തനംതിട്ട റാന്നിയിൽ പ്രമോദ് നാരായണൻ വീണ്ടും മത്സരിക്കുന്നുണ്ട്. ഏതായാലും ആറന്മുളയിൽ അബിൻ വർക്കി എന്ന പേര് കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ UDF അവിടെ വലിയ പ്രതീക്ഷയോടുകൂടി മത്സരരംഗത്തിറങ്ങും. ആറന്മുളയിൽ BJP വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. തിരുവല്ലയിൽ BJP അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മത്സരരംഗത്തേക്ക് ഇറക്കുന്നത്. അവിടെയും ഇത്തവണ അത്ഭുതങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ 3 മുന്നണികൾക്കും പത്തനംതിട്ടയിലും വലിയ പ്രതീക്ഷയുണ്ട്. പത്തനംതിട്ട അയ്യപ്പന്റെ നാടുകൂടിയാണ്. ആ ഒരു രാഷ്ട്രീയം കൂടി അവിടെ ചർച്ച ചെയ്യപ്പെടുമെന്ന പ്രതീക്ഷയാണ് മൊത്തത്തിൽ മുന്നണികളുള്ളത്. അങ്ങനെ 3 ജില്ലകളിലും വലിയ പ്രതീക്ഷ. തെക്കൻ ജില്ലകൾ ഒപ്പം നിർത്താൻ തന്നെയാണ് CPMന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഇടതുകൊണ്ട് പ്രതീക്ഷ തെക്കൻ ജില്ലകളിൽ വലിയ മുന്നേറ്റം കഴിഞ്ഞ പോലെ ഉണ്ടാക്കിയാൽ തുടർഭരണത്തിൽ തുടർച്ചയെന്ന അപൂർവതയിലേക്ക് 3ാം ടൈമിലേക്കും പിണറായി 3.0യിലേക്കും എത്താനാകുമെന്ന പ്രതീക്ഷ ഇടതുകൊണ്ട് വയ്ക്കുമ്പോൾ അതിനെ മറികടക്കാനുള്ള സർവ്വസന്നാഹങ്ങളും എടുത്ത് UDFും BJPയും വലിയ പ്രതീക്ഷകളുമായി തെക്കൻ ജില്ലകളിൽ എന്തായാലും ഹാട്രിക് തികയ്ക്കാനാണ് ഇടതുമുന്നണിയുടെ ശ്രമം. അതിന്റെ മേൽക്കൈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ തുടങ്ങാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായാൽ 1 മണിക്കൂറിനകം സ്ഥാനാർത്ഥികൾ എന്ന നിലയിലേക്ക് വാർത്താ സമ്മേളനം കൂടി നിശ്ചയിച്ചിരിക്കുകയാണ്. മിക്കയിടങ്ങളിലും സിറ്റിംഗ് MLAമാരെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ശ്രമം കൂടിയാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അരുൺ തുടരുക. നമുക്കൊപ്പം ഇപ്പോൾ ഡാൻ കുര്യൻ കൂടി ചേരുകയാണ്. ഡാൻ, ലീഗുമായി സീറ്റ് വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങൾ UDFനെ സംബന്ധിച്ച് നിലനിന്നിരുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന ചർച്ചകളിൽ അതുകൂടി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് വലിയ മുൻതൂക്കം നൽകി എന്നൊരു വിലയിരുത്തൽ UDFനുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. എപ്പോഴെന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്? ചില തർക്കങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് ഒഴിച്ചു നിർത്തിയാൽ മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണ് കോൺഗ്രസ് UDF ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനായി സജ്ജമായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ, അതായത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ 31 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. 20 സിറ്റിംഗ് MLAമാർക്ക് പുറമെ 11 മറ്റ് തർക്കങ്ങളില്ലാതെ ഒരു പേരിലേക്ക് എത്തിയ സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലാണ് ഇതിനോടകം ധാരണയിൽ എത്തിയിരിക്കുന്നത്. നാളെ കഴിഞ്ഞ് ഡൽഹിയിൽ അന്തിമമായ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരും. അന്ന് ഈ കാര്യത്തിൽ, അതായത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട മുഴുവൻ തർക്കങ്ങളും പരിഹരിച്ചുകൊണ്ട് 40 മുതൽ 45 പേരുടെ വരെ പട്ടിക ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാനാണ് സാധ്യത. പക്ഷേ ഇപ്പോൾ
പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ചില മണ്ഡലങ്ങളിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുകയാണ്. അവിടെയാണ് പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന നേമം മണ്ഡലത്തിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന കാര്യത്തിലടക്കം ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചില സാമുദായിക സമവാക്യങ്ങൾ കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഇവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കുകയുള്ളൂ എന്നാണ് സൂചന. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻ KPCC അധ്യക്ഷൻ K സുധാകരനെ അനുനയിപ്പിക്കാനുള്ള അവസാനവട്ട ചർച്ചകൾ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രചരണ സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ രമേശ് ചെന്നിത്തല K സുധാകരനെ രാവിലെ ഫോണിൽ വിളിച്ചുകൊണ്ട് നാളെ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഡൽഹിയിലേക്ക് എത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് വെച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയുമായും കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായും നാളെ K സുധാകരൻ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെയെങ്കിൽ കണ്ണൂർ സീറ്റിന് വേണ്ടി അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന അവകാശവാദം അതിൽ ഏത് തരത്തിലാകും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഒരു തീരുമാനം എടുക്കുക എന്നത് വളരെ ആകാംക്ഷ ഉണർത്തുന്ന കാര്യമാണ്. സുധാകരന് മാത്രമായി ഒരു ഒഴിവ് നൽകിയാൽ അടൂർ പ്രകാശും സമാനമായ തരത്തിൽ സാമുദായിക സമവാക്യങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവകാശവാദവുമായി ഉന്നയിച്ച് രംഗത്തെത്തുന്ന സാഹചര്യം വരും. അങ്ങനെ വന്നാൽ 2 MP-മാർക്കെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒഴിവ് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ, ഇളവ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് കോൺഗ്രസ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. അതുണ്ടായില്ല എങ്കിൽ ഇതിന്റെ പൊട്ടിത്തെറികൾക്ക് സാധ്യത ഉണ്ട് എന്ന സൂചന മുതിർന്ന നേതാക്കൾ തന്നെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവര് എത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതിനിടയിലാണ് നേമത്ത് പറഞ്ഞു കേട്ടിരുന്ന KS ശബരിനാഥനെ അരുവിക്കരയിലേക്ക് പേര് മാറ്റാനുള്ള ചില ചർച്ചകൾ വന്നത്. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ അടക്കം അത്തരത്തിൽ ചില സൂചനകൾ KS ശബരിനാഥന് നൽകിയതായിട്ടുള്ള വിവരങ്ങളുണ്ട്. അങ്ങനെ ശബരിനാഥനെ അരുവിക്കരയിൽ വീണ്ടും മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം പ്രാദേശികമായ നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. KPCC ആസ്ഥാനത്തിന് മുമ്പിലും DCC ആസ്ഥാനത്തിന് മുമ്പിലുമൊക്കെ രാവിലെ ചില പോസ്റ്ററുകൾ ശബരിനാഥനെതിരെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് രാവിലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ചിത്രങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ പ്രചരിപ്പിക്കുന്നുമുണ്ട്. അത് ശബരിനാഥനെതിരെ പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഒരു വിഭാഗം നടത്തുന്ന നീക്കമായിട്ടാണ് ശബരിനാഥനെ അനുകൂലിക്കുന്ന വിഭാഗം നോക്കിക്കാണുന്നത്. സമാനമായ തരത്തിൽ നെടുമങ്ങാട് ഇടത് പാളയത്തിൽ നിന്ന് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിയ മീനാങ്കൽ കുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രാദേശിക നേതൃത്വം AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് രേഖാമൂലം ഒരു പരാതി നൽകിയിരിക്കുകയാണ്. മണ്ഡലത്തിൽ നിന്ന് തന്നെ ഉള്ളതോ അതല്ല എങ്കിൽ കോൺഗ്രസുമായി വ്യക്തിബന്ധമുള്ളതോ ആയ കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു യുവ നേതാവിനെ ഇവിടെ പരിഗണിക്കണമെന്ന ആവശ്യമാണ് അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ അവസാന റൗണ്ടിൽ പുറത്താക്കപ്പെട്ട BRM ഷഫീറ, അതോടൊപ്പം സുധീർ ഷാ പാലോട്, സെയ്ദ് അലി കൈപ്പാടി തുടങ്ങിയ യുവ നേതാക്കളുടെ പേരുകളാണ് നമ്മുടെ ചർച്ചകളിൽ സജീവമായിരിക്കുന്നത്. ഇതിൽ ദീപദാസ് മുൻഷി എടുക്കുന്ന നിലപാട് നിർണായകമാകും. നെടുമങ്ങാട് അടക്കം പ്രാദേശികമായി നിലനിൽക്കുന്ന തർക്കങ്ങളുടെ കാര്യം സ്ക്രീനിംഗ് കമ്മിറ്റിയെ അറിയിക്കാനുള്ള നീക്കമാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും AICCയുടെ കേരളത്തിലെ ചുമതല സെക്രട്ടറി കൂടിയായ ദീപദാസ് മുൻഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപെങ്ങുമില്ലാത്ത തരത്തിൽ വലിയ ആത്മവിശ്വാസത്തോടെ കോൺഗ്രസ് സജ്ജമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. ചൊവ്വാഴ്ച തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കം പൂർത്തിയാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി കളത്തിലിറങ്ങാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ സജീവമായിരിക്കുന്നത്. ശരി, എന്തായാലും മുൻപുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളോ നീണ്ടുപോകലോ ഉണ്ടാകില്ല. ചൊവ്വാഴ്ച തന്നെ UDF സ്ഥാനാർത്ഥികളെ, കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും അറിയാൻ കഴിയും എന്നതാണ് ഡാൻ കുര്യൻ സൂചിപ്പിക്കുന്നത്. രഞ്ജിത്ത് രാമേന്ദ്രനിലേക്ക് കൂടി പോകുന്നു. രഞ്ജിത്ത്, BJP നേതാക്കൾ, പ്രമുഖ നേതാക്കൾ നേരത്തെ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ പോലും ചുവരെഴുത്തും പ്രചരണവും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യം പല മണ്ഡലത്തിലുമുണ്ട്. എങ്കിൽ പോലും ഔദ്യോഗിക പ്രഖ്യാപനം എപ്പോഴേക്കാണ് പ്രതീക്ഷിക്കുന്നത് BJPയുടെ ഭാഗത്തു നിന്ന്? അവിടെ BJP ക്യാമ്പിൽ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? മുന്നണിയിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അത് BDJS-ഉമായി ബന്ധപ്പെട്ടും ഒപ്പം 2020-യുമായി ബന്ധപ്പെട്ട് എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു? രേണുക, ഏതായാലും 2 മുന്നണികൾ തമ്മിലുള്ള, അതായത് LDF-ഉം UDF-ഉം തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ കേരളം കണ്ടിരുന്നതെങ്കിൽ ഇത്തവണ 3 മുന്നണികൾ, ഒരു ത്രികോണ പോരാട്ടം ഏതാണ്ട് ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ഉണ്ടാകുന്നുണ്ട് എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ കൃത്യമായി തന്നെ ലഭ്യമാകുന്നത്. ഇതിൽ നമുക്കറിയാം BJP-യുടെ പ്രധാനപ്പെട്ട 4 മണ്ഡലങ്ങളിൽ നേമത്ത്, വട്ടിയൂർക്കാവില്, ഒപ്പം കഴക്കൂട്ടം, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അന്തിമ തീരുമാനമായി കഴിഞ്ഞു. അത് പാലക്കാട് ശോഭാ സുരേന്ദ്രനും വട്ടിയൂർക്കാവിൽ ശ്രീലേഖ
ശ്രീലേഖയും നേമത്ത് രാജു ചന്ദ്രശേഖറും ഒപ്പം കഴക്കൂട്ടത്ത് വി മുരളീധരനും നേരത്തെ തന്നെ കാലേക്കൂട്ടി ഇതുമായി ബന്ധപ്പെട്ട പ്രചരണവും അവരുടെ പരോക്ഷമായ രീതിയിലുള്ള ആളുകളെ കാണുന്നതിലും അത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. അത് ഏതാണ്ട് ഉറപ്പാണ്. മറ്റ് 50 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നാളെ ചൊവ്വാഴ്ചയോടെ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നിപ്പോൾ അല്പം മുമ്പ് നമ്മൾ BJP നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് LDFും UDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് പാർട്ടി എത്തും എന്ന നിലയിൽ തന്നെയാണ്. നേരത്തെ രേണുക പറഞ്ഞതുപോലെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് ഘടകകക്ഷികളുമായി ചേർന്നുള്ള പ്രശ്നങ്ങളാണ്. ഉദാഹരണത്തിന് തൃപ്പൂണിത്തുറ BJP വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു മണ്ഡലമാണ്. അവിടെ നേരത്തെ 2020 മത്സരിക്കും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. സാബു M ജേക്കബിനെ അവിടെ മത്സരിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ച പശ്ചാത്തലം അവിടെയുണ്ട്. പക്ഷേ അഖിൽ മാരാർക്കാണ് അവിടെ 2020 മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥി എന്ന് അറിയുന്നു. അത് തർക്കമായി തുടരുന്നുണ്ട്. ഒപ്പം അരൂരിലോ അല്ലെങ്കിൽ കായംകുളത്തോ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണം എന്ന ആവശ്യം BJP ഉന്നയിച്ചിട്ടുണ്ട്. അതിനും ഒരു തീരുമാനമായിട്ടില്ല. കോവളം സീറ്റ് സംബന്ധിച്ച് കാമരാജ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഘടകകക്ഷികളുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം 30ഓളം A ക്ലാസ് മണ്ഡലങ്ങൾ BJP കേരളത്തിൽ തങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അവിടെ നല്ല പോരാട്ടം നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു മണ്ഡലം വിട്ടുപോയി, അത് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ ക്യാമ്പ് ചെയ്ത് സുരേന്ദ്രന്റെ പ്രവർത്തനം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്നുണ്ട്. 87 വോട്ടുകൾക്കൊക്കെ K സുരേന്ദ്രൻ പരാജയപ്പെട്ട ഒരു മണ്ഡലമാണ്. അതൊന്നുകൂടി മനസ്സിലാക്കണം. ഇത്തരം മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ സാന്നിധ്യം അറിയിക്കാനും വ്യക്തമായ പ്രചാരണം നടത്താനും തന്നെയാണ് ഇപ്പോൾ BJP തീരുമാനിച്ചിരിക്കുന്നത്. വോട്ട് മറിക്കലടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ LDFും UDFും പരസ്പരം ഒരുമിച്ച് നിന്നുകൊണ്ട് വോട്ട് ചെയ്യുകയും BJP സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുകയും ചെയ്ത സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. നേമത്ത് BJP അക്കൗണ്ട് തുറന്നാണ്. ആ നേമം കഴിഞ്ഞ തവണ ശിവൻകുട്ടി പൂട്ടിച്ച പശ്ചാത്തലമുണ്ട്. അത് തിരിച്ചു പിടിക്കുക എന്ന ഭഗീരഥ പ്രയത്നം BJPക്ക് മുന്നിലുണ്ട്. ഒപ്പം നമുക്കറിയാം ഇത്തവണ LDFും UDFും തമ്മിൽ അഭിപ്രായ സർവേകളിലൊക്കെ നെക്ക് ടു നെക്ക് ഫൈറ്റാണ്. കുറഞ്ഞ വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രമായിരിക്കും ആരെങ്കിലും ഭരണത്തിൽ വരിക, പെർസെൻറ്റേജിൽ മാത്രമായിരിക്കും ഭരണത്തിൽ വരിക എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ കറുത്ത കുതിരകളാകാൻ സാധിക്കുമോ എന്നുള്ള തരത്തിലുള്ള നീക്കങ്ങൾ കൂടി BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അമിത്ഷായും മോദിയും തന്നെ ആയിരിക്കും ഇത്തവണയും തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുക, സംശയമില്ല. സംസ്ഥാനത്തുടനീളം നിരവധി പ്രചാരണ യോഗങ്ങളിൽ ഇരുവരും പങ്കെടുക്കും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ശരി, എന്തായാലും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് പ്രതീക്ഷിക്കുന്നത്. 5 മണിയോടുകൂടി CPMന്റെയും CPIയുടെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് അറിയുന്നു. മറ്റ് UDFന്റെയും NDAയുടെയും സ്ഥാനാർത്ഥികളെ ചൊവ്വാഴ്ചയ്ക്കകം പ്രഖ്യാപിക്കും എന്ന വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് മുന്നണികളും ആ പ്രഖ്യാപനത്തിനായി കാതോർക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികളാണ് വിവരങ്ങൾ നൽകിയത്. ഭരണം ലഭിക്കുമെന്ന UDF കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനം മധ്യ കേരളം നേടാമെന്ന ആത്മവിശ്വാസമാണ്. ഹൈറേഞ്ചിലും ഇക്കുറി ഹൈ വോൾട്ടേജിലാകും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുക. പരമ്പരാഗതമായി ഒരുപക്ഷെ UDFിനൊപ്പം നിൽക്കുന്ന കേന്ദ്രങ്ങളാണ് മധ്യ കേരളം എന്നത്. പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി പോലുള്ള ജില്ലകൾ കാര്യമായി തന്നെ ഇനി ഭരണമില്ലെങ്കിൽ പോലും UDFിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് പതിറ്റാണ്ടുകളായി കാണാറുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതലാണ് ഇതിനൊരു മാറ്റം വന്നത്. അവിടെ LDFിന് ഒരു അപ്രമാദിത്വം ഉണ്ടാകുന്നു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റമാണ് കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെ വലിയ നേട്ടത്തിന് കാരണമായത്. ഇടുക്കിയിൽ ഉൾപ്പെടെ ഏതാണ്ട് തൊടുപുഴ ഒഴികെയുള്ള മറ്റ് സ്ഥലങ്ങളെല്ലാം വലിയ വിജയത്തിലേക്ക് പോകാൻ അവർക്ക് സാധിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയാണ് എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. തൊട്ടിപ്പുറത്ത് കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഒരുപക്ഷെ വൈക്കം പോലുള്ള സീറ്റുകൾ മാത്രമാണ് ഇടതുമുന്നണിക്ക് കിട്ടിയിരുന്നതെങ്കിൽ ഇത്തവണ അത് കാര്യമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ അതിന് വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. UDF താഴേക്ക് പോയി കേവലം 3 സീറ്റിലേക്ക് പോവുകയും ഇടതുമുന്നണിക്ക് 5 സീറ്റ് ലഭിക്കുകയും ചെയ്തു. കോട്ടയം ഒപ്പം തന്നെ കടുത്തുരുത്തി, പാല പോലുള്ള സീറ്റുകൾ ജയിച്ചതാണ് UDFിന് ഏക ആശ്വാസമായി മാറിയത്. അതും പാലയിലും കടുത്തുരുത്തിയും കേരള കോൺഗ്രസിനോട് ഏറ്റുമുട്ടി ജയിക്കാൻ കഴിഞ്ഞത് UDFിന് ഒരു ആശ്വാസമായി. എന്നിരുന്നാൽ തന്നെയും പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരുന്ന ചങ്ങനാശ്ശേരിയും ഒപ്പം തന്നെ ഒരു പരിധിവരെ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും ഒക്കെ നഷ്ടമായതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ മാറ്റമായി എടുത്ത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തവണ കോട്ടയത്തെ സ്ഥിതി ഒരല്പം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി മാറിയതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട് UDF ക്യാമ്പിനെ സംബന്ധിച്ച്. ജില്ലാ പഞ്ചായത്തും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളും ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളും പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കോട്ടയത്തെ UDFിൻ്റെ ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയും
എന്ന ആത്മവിശ്വാസമാണ് അവരെ സംബന്ധിച്ച് ഉള്ളത്. ഈ പാല ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഏറ്റുമാനൂരും സമാനമായ സ്ഥിതിയായിരിക്കും ഉണ്ടാകുക എന്നവർ കരുതുന്നു. എന്തായാലും ഇടതുമുന്നണിയെ സംബന്ധിച്ച് ജോസ് കെ മാണി വിഭാഗത്തിന് അല്പം വെല്ലുവിളികളുണ്ട് ഇത്തവണ. പ്രത്യേകിച്ച് മുന്നണി മാറ്റ വിവാദമൊക്കെ ആ പാർട്ടിയെ സംബന്ധിച്ച് അല്പം ദോഷകരമായി ബാധിച്ച സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നിസ്സംശയം പറയേണ്ടി വരും. പ്രത്യേകിച്ച് പാലയിൽ കഴിഞ്ഞ തവണ തോറ്റു, ഇത്തവണ വീണ്ടും ചെയർമാൻ തന്നെ ഇറങ്ങും എന്നുള്ളതാണ് റോഷി അഗസ്റ്റിന്റെ പ്രഖ്യാപനം. പക്ഷേ ഇതുവരെ ജോസ് കെ മാണി ഒരു അന്തിമ തീരുമാനം പറഞ്ഞിട്ടില്ല. എന്തായാലും അത്തരം സസ്പെൻസുകൾ അവിടെ നിൽക്കുകയാണ്. പൂഞ്ഞാർ പോലുള്ള സ്ഥലത്ത് BJPയുടെ സാന്നിധ്യം, പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി പോലുള്ള മണ്ഡലങ്ങളിൽ വലിയ സാന്നിധ്യമായി നിൽക്കുന്നു. വൈക്കത്ത് K അജിത്തിനെ കളത്തിലിറക്കാൻ BJP ശ്രമിക്കുന്നു. അങ്ങനെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ BJPയും ഒരു വലിയ ശ്രമം നടത്തുമ്പോൾ ഇതുവരെയുള്ള രാഷ്ട്രീയ ചിത്രത്തിന് പല മാറ്റങ്ങളും ഉണ്ടാകും എന്ന് തന്നെ വേണം വിലയിരുത്തി കാണാൻ. അത് പലയിടത്തും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്നതാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഇടതുമുന്നണിയെ സംബന്ധിച്ചും അവർക്ക് ആത്മവിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് വൈക്കം കൂടാതെ ഏറ്റുമാനൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ വിജയം അവർ ഉറപ്പിക്കുകയാണ്. അതുകൂടാതെ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും ചങ്ങനാശ്ശേരിയും ഒക്കെ വിജയിച്ച് കയറാമെന്നവർ കരുതുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ വളരെ വേഗം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് കൂടി മുന്നോട്ടിറങ്ങാനാണ് കേരള കോൺഗ്രസുകളുടെയൊക്കെ ഒരു തീരുമാനം ഉള്ളത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ ഒരുപക്ഷെ തീപാറുന്ന പോരാട്ടത്തിന്റെ കേന്ദ്രമായി കോട്ടയം മാറും. സമാനം തന്നെയാണ് ഇടുക്കിയിൽ. പല കൗതുകങ്ങളും ബാക്കിയാണ്. ഒരുപക്ഷെ M.M. മണി ഇല്ലാത്ത തെരഞ്ഞെടുപ്പ്, മത്സരിക്കാത്ത തെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇപ്പുറത്ത് PJ ജോസഫ് മാറി നിൽക്കുമോ, പകരം അബു ജോസഫിനെ മത്സരിപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പല മണ്ഡലങ്ങളുണ്ട്. പീരുമേട് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിലായ അതിശക്തമായ മത്സരമാണ്. ആ സീറ്റ് പിടിച്ചെടുക്കാൻ UDFന് കഴിയുമോ? ദേവികുളത്ത് A. രാജ മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അപ്പുറത്ത് K. രാജേന്ദ്രന്റെ സാന്നിധ്യം BJPയിലൂടെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം, S. രാജേന്ദ്രന്റെ സാന്നിധ്യം മുന്നിൽ വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ പല മണ്ഡലങ്ങളിലും ഒരുപക്ഷെ സാധാരണ ഇല്ലാത്ത നിലയിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയാകും. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിന്റെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുപക്ഷെ PJ ജോസഫ് തന്നെ അങ്ങോട്ടേക്ക് പോകുമോ, അതോ അബു ജോസഫിനെ അവിടെ ഇറക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള പല ചർച്ചകളും അന്തിമ ഘട്ടത്തിൽ നിൽക്കുകയാണ്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ അത് അതിശക്തമായ ഒരു പോരാട്ടത്തിന്റെ വേദിയായി, അത് മധ്യ കേരളത്തിലാകെ ബാധിക്കുന്ന തരത്തിൽ ഒരു വലിയ പോരാട്ട വേദിയായി ഇവിടെ മാറുകയാണ്. മധ്യ കേരളം പിടിച്ച് കേരളം പിടിക്കാമെന്ന UDFന്റെ പ്രതീക്ഷകളാണ്. എന്താകും സാഹചര്യം എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. G. ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. G. സുധാകരനാണ് ആലപ്പുഴയിലേക്ക് വന്നാൽ ശ്രദ്ധാകേന്ദ്രം. പുന്നപ്രയുടെ മണ്ണിൽ ഇടത് മട വീഴ്ത്താൻ കഴിയുമോ എന്ന ആകാംക്ഷയിലാണ് UDF ഇത്തവണ പോരിനിറങ്ങുന്നത്. ശരണ്യ സ്നേഹത്തിന്റെ റിപ്പോർട്ടുകൾ. ശരണ്യ സ്നേഹജൻ ചേരുകയാണ് വിവരങ്ങളുമായി. ശരണ്യ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായി 1 മണിക്കൂറിനകം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ G. സുധാകരൻ എന്തായാലും അവിടെ മത്സര രംഗത്തുണ്ടാകും എന്നത് പറഞ്ഞിരുന്നതാണ്. മറ്റ് തീരുമാനങ്ങൾ ഇന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമോ? പിന്തുണ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഏതെങ്കിലും വ്യക്തത ഇന്ന് വരുമോ? രേണുക, ആലപ്പുഴ ജില്ലയില് CPMന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപ് എനിക്ക് കേൾക്കാം. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ആലപ്പുഴ ജില്ലയിൽ സ്ഥാനാർത്ഥികൾ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴയിൽ ആലപ്പുഴ മണ്ഡലത്തിൽ PP ചിത്തരഞ്ജനാണ് ജില്ലയിലെ തന്നെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ H. സലാമിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് അമ്പലപ്പുഴ മണ്ഡലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം G. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് തന്നെ CPMുമായി ഇടഞ്ഞ് സ്വതന്ത്രനായി മത്സരിക്കാൻ നിൽക്കുന്ന G. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനമായ മണ്ഡലമായി അമ്പലപ്പുഴയെ മാറ്റുന്നു എന്നുള്ളതാണ്. അമ്പലപ്പുഴ കഴിഞ്ഞ 2 ടേമുകളായി ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. കഴിഞ്ഞ 3 ടേമുകളായി ഇടതുപക്ഷം ഭരിക്കുന്ന മണ്ഡലമാണ് അമ്പലപ്പുഴ. അതുകൊണ്ട് തന്നെ ആ അമ്പലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥിത്വത്തിന് വെല്ലുവിളിയായി G. സുധാകരൻ ഉയർന്നു വരുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ഉയർന്നു നിൽക്കുന്നത്.
സുധാകരന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് CPM വലിയ പ്രതിരോധം ആലപ്പുഴയിൽ തീർക്കുന്നുണ്ട്. അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്പലപ്പുഴയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രകടനങ്ങളടക്കം, അതായത് വിശദീകരണ യോഗങ്ങൾ, പ്രകടനങ്ങൾ, കുടുംബയോഗങ്ങൾ എന്നിവ വിളിച്ചു ചേർക്കുന്നതിനുള്ള തിരക്കിലാണ്. അതിൽ തന്നെ ഇന്നലെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ജി സുധാകരന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് തന്നെ പ്രകടനമുണ്ടായിരുന്നു, പ്രതിഷേധ പ്രകടനമുണ്ടായിരുന്നു. അത്തരത്തിൽ ജി സുധാകരനെ വലിയ രീതിയിൽ വ്യക്തിപരമായി കടന്നാക്രമിക്കാതെ ആശയപരമായി നേരിട്ട് പരാജയപ്പെടുത്തുക എന്നുള്ള വലിയ ലക്ഷ്യം CPMന്റെ മുന്നിൽ ആലപ്പുഴയിൽ, പ്രത്യേകിച്ച് അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. അതേസമയം തന്നെ സുധാകരൻ ഉയർത്തുന്ന ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അത് ആലപ്പുഴയിലെ നേതൃത്വത്തിനെതിരെയാണ്, ഒപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള ചില ശിഥിലീകരണത്തിനെതിരെയാണ് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ആ ഒരു പോരാട്ടം ഏത് രീതിയിൽ ആലപ്പുഴയിൽ ഗുണം കാണും എന്നുള്ളതാണ് വിലയിരുത്തേണ്ടത്. ഒരുപക്ഷെ അമ്പലപ്പുഴ ഇടതിന് നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ഇടതിനെ മത്സരിച്ച് ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു സ്ഥലമായി ഇപ്പോൾ ഈ നിലവിലത്തെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാനാകും. അതോടൊപ്പം തന്നെ ജി സുധാകരൻ മത്സരരംഗത്തേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെ അവിടെ UDF ജി സുധാകരൻ അവിടെ മറ്റ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ ആര് പിന്തുണ നൽകിയാലും താൻ സ്വീകരിക്കും, തന്നെ പിന്തുണയ്ക്കാവുന്നവർക്കെല്ലാം സ്വീകരിക്കാൻ ആ പിന്തുണ താൻ സ്വീകരിക്കുമെന്ന് ജി സുധാകരൻ പറഞ്ഞിരുന്നു. മറ്റ് പാർട്ടിയിലോ മുന്നണിയിലേക്കോ പോകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോഴും ഈ ഒരു ഇത്തരമൊരു മറ്റുള്ളവർ തന്നെ സഹായിക്കുകയാണെങ്കിൽ താൻ അത് സ്വീകരിക്കുമെന്ന് അദ്ദേഹം അതിനോടൊപ്പം തന്നെ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDFന്റെ കൂടെ പിന്തുണ അമ്പലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ അതൊരു മറ്റൊരു തലത്തിലേക്കുള്ള ഒരു മത്സരത്തിലേക്ക് പോകും. നമ്മളൊരു ഘട്ടത്തിലേക്ക് പറഞ്ഞാൽ ജി സുധാകരൻ കുറച്ചുകൂടി ഒരു എഡ്ജ് UDF പിന്തുണ വരുന്നതോടുകൂടി അവിടെ എത്തുകയും ചെയ്യും. അപ്പോ കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നായി അമ്പലപ്പുഴ മാറുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ലാതെ പറയാനാകും. പാർട്ടി മെഷീനറി മുഴുവനായി അമ്പലപ്പുഴയിൽ കേന്ദ്രീകരിച്ച് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമുണ്ടാകുന്നു. കാരണം CPMന്റെ 63 വർഷക്കാലത്തെ പ്രവർത്തന പരിചയമുള്ള ഒരാളാണ് പുറത്തു നിന്ന് മറ്റൊരു രീതിയിലേക്ക് മത്സരിക്കാനായി തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ നേതാക്കന്മാരടക്കം, സംസ്ഥാന നേതൃനിരയിലുള്ള നേതാക്കന്മാരടക്കം ആലപ്പുഴയിൽ വന്ന് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് നേതൃത്വം നൽകാനുള്ള സാധ്യതയുണ്ട്. വിശദീകരണ യോഗങ്ങളിലേക്ക് കടക്കും. അത് വരും ദിവസങ്ങളിൽ ഇന്നലെ കൂടി സെക്രട്ടേറിയറ്റിലൊക്കെ അത്തരം തീരുമാനങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നു അമ്പലപ്പുഴ എന്ന് തന്നെ പറയാം. അതേസമയം മറ്റ് മണ്ഡലങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കഴിഞ്ഞ ടേമുകളിലായി 8 സീറ്റുകൾ വീതം ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്ന ഒരു ജില്ലയാണ്. ഇടത് കുത്തകയായി നിലനിൽക്കുന്ന 2 ടേമുകളായി നിലനിൽക്കുന്ന ജില്ല കൂടിയാണ് ആലപ്പുഴ. പക്ഷെ അവിടെ ഇത്തവണ മത്സരം അല്പം കടുത്തതായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം അങ്ങനെ ഒരു ഈസി വോക്ക് ഓവർ ഇടതുപക്ഷത്തിന് ആലപ്പുഴയിൽ പലയിടങ്ങളിലും ഇത്തവണ കിട്ടാനുള്ള സാധ്യത അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDF അവർക്ക് നേരത്തെ സ്വാധീനമുണ്ടായിരുന്ന ഇടങ്ങളിൽ കൃത്യമായ അതൊരു സംഘടനാ രീതി മെച്ചപ്പെടുത്തി അത് ഉയർത്തിക്കൊണ്ടുവരാനും അതേസമയം തന്നെ NDA അവരുടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അടക്കം കിട്ടിയ വോട്ടുകൾ കൊണ്ട് തന്നെ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളെ ഇറക്കി മത്സരം കളം പിടിക്കാനുമാണ് അവർ തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് ചെങ്ങന്നൂർ അടക്കമുള്ള മേഖലകൾ BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അത്തരം സ്ഥാനാർത്ഥികളടക്കം കടന്നു വരികയാണെങ്കിൽ ഈ പറഞ്ഞ LDF കുത്തകയായി നിൽക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. തീർച്ചയായും എന്തായാലും തെക്കൻ കേരളം പിടിച്ചുകൊണ്ട് 3ാം വട്ടവും അധികാരത്തിലെത്തുക എന്നതാണ് ഇടതുപക്ഷം ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്ന സൂചനകൾ ശരണ്യ നൽകുന്നുണ്ട്. എന്തായാലും സംസ്ഥാനം ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന തെരഞ്ഞെടുപ്പ് അമ്പലപ്പുഴയിലായിരിക്കുമെന്നത് വ്യക്തമാവുകയാണ്. അത് ഒരു അഭിമാന പ്രശ്നമായി തന്നെ CPMന് മാറുന്ന സാഹചര്യമാണ്. അവിടെ UDFന്റെ കൂടി പിന്തുണ കിട്ടുകയാണെങ്കിൽ ജി സുധാകരൻ എന്താകും, ഒരു അത്ഭുതം തന്നെ സൃഷ്ടിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമായി അമ്പലപ്പുഴ മാറുന്നു എന്നതാണ് ശരണ്യ സൂചിപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എറണാകുളത്തും തൃശൂരും വലിയ ആത്മവിശ്വാസമാണ് UDFന് നൽകിയിരിക്കുന്നത്. എന്നാൽ VD സതീശനെ നേരിടാൻ ET ടൈസൺ മാസ്റ്റർ ഇറക്കിയതിലൂടെ വിട്ടുകൊടുക്കാനില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇടത് ക്യാമ്പ് നൽകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ എടുക്കാൻ BJPക്ക് കഴിഞ്ഞു. നിയമസഭയിൽ അതിൽ കുറഞ്ഞൊന്നും ചിന്തിക്കാനാവില്ല BJPക്ക്. അപ്പോൾ ഈ 2 ജില്ലകളിലെയും സാഹചര്യങ്ങളുമായി ഡാനി പോൾ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, ശക്തമായൊരു മത്സരം, കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാണാത്ത ഒരു ശക്തമായ മത്സരമാണ് പറവൂർ ഇക്കുറി കാണാൻ പോകുന്നത്. ഒപ്പം തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിലക്കം തുടരാൻ BJPക്ക് കഴിയുമ്പോൾ സാധ്യതകൾ എങ്ങനെയാണ്?
എറണാകുളം ജില്ല എന്ന് പറയുന്നത് പൊതുവിൽ UDFന്റെ കോൺഗ്രസിന്റെ ഒരു വലിയ കോട്ട എന്നെല്ലാം തന്നെ അവകാശപ്പെടുന്നതും പലവട്ടം അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ഒരു സംശയവും അതിലില്ല. പലപ്പോഴും വളരെ കുറച്ച് മണ്ഡലങ്ങൾ മാത്രമാണ് ഈ 14 മണ്ഡലങ്ങളിൽ വിട്ടുകൊടുക്കേണ്ടി വരാൻ UDFന് കഴിഞ്ഞിട്ടുള്ളൂ. വിട്ടുകൊടുക്കേണ്ടി വന്നിടങ്ങളിലെല്ലാം തന്നെ നല്ല ശക്തമായൊരു മത്സരവും കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സുരക്ഷിതമായൊരു കേന്ദ്രങ്ങളാണ് UDF ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് പരമാവധി സീറ്റുകൾ ഇക്കുറി ഇവിടെ നിന്ന് മധ്യ കേരളത്തിൽ നിന്ന് ലഭിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കും അത് എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്ന രീതിയിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്താനായിട്ട് എറണാകുളത്തെ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വസ്തുത കൂടിയുണ്ട്. ഏതായാലും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് കൈവിട്ടുപോയ 4 സീറ്റുകൾ തിരിച്ചു പിടിക്കുക എന്നത് തന്നെയാണ് പൂർണ്ണമായും തന്നെയും പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അത്ര വേഗം സിറ്റിംഗ് MLA മാർ തന്നെ മത്സരിക്കുമെന്നത് തന്നെയാണ് ഇപ്പോൾ പൂർണ്ണമായും തന്നെ പറയുന്നത്. നേരത്തെ പെരുമ്പാവൂരിൽ അങ്ങനെ ഒരു മാറ്റം പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും അതിൽ ചർച്ചകൾ നടന്നുവെങ്കിലും ഈ അവസാനവട്ട മണിക്കൂറിൽ പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി തന്നെ മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് തന്നെ നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു മണ്ഡലങ്ങളിലെല്ലാം തന്നെ ശക്തമായ രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു പോകുന്നു. ഇവിടെ ഒരു പടി കൂടി കടന്ന ഇതിൽ ആദ്യമായി പറവൂരിൽ പ്രതിപക്ഷ നേതാവിന് എതിരെ മത്സരിക്കുന്ന CPIയുടെ സീറ്റാണ് പറവൂരിൽ. ആ പറവൂരിൽ ടൈസൺ മാസ്റ്ററെ ഇവിടെ നിന്ന് കയ്പമംഗലത്ത് നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇന്നലെ അവിടെ റോഡ് ഷോ അടക്കം നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി വളരെ വേഗം തന്നെ പ്രചാരണ പരിപാടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇത്തവണ മത്സരം കടുപ്പിക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് LDF ക്യാമ്പുകൾ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ റോഡ് ഷോയിലടക്കം വലിയ രീതിയിലുള്ളൊരു പങ്കാളിത്തമുണ്ടായിരുന്നു. 2 വട്ടം കയ്പമംഗലത്ത് നിന്ന് ജയിച്ച ടൈസൺ മാസ്റ്റർ ഇവിടേക്ക് വരുമ്പോൾ പറവൂരിൽ CPIയുടെ ഒരു 2001 വരെയെല്ലാം തന്നെ വലിയൊരു പ്രഖ്യാപിത കോട്ടയെന്നെല്ലാം പറഞ്ഞെടുത്തുന്നതാണ് അവിടെ നിന്ന് പ്രതിപക്ഷ നേതാവ് വരുന്നതോടുകൂടി ഈ VD സതീശൻ ആദ്യഘട്ടത്തിൽ മത്സരിക്കുന്നതോടുകൂടി തന്നെ പിന്നീട് അവിടെ നിന്ന് ആ ചിത്രവും ചരിത്രവും എല്ലാം മാറുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഇക്കുറി തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രചാരണ പരിപാടികളിലേക്ക് കടന്നിട്ടുണ്ട്. മണ്ഡലത്തിൽ പൊതുവിൽ ജില്ലയിലേക്ക് വരുമ്പോൾ പലയിടങ്ങളിലും തന്നെയും സിറ്റിംഗ് MLA മാർ മത്സരിക്കുന്നുവെങ്കിൽ മറ്റിടങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം ഒരു അന്തിമഘട്ടത്തിലേക്ക് UDFന്റേത് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. വൈപ്പിനിൽ അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറയിലടക്കം ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകുവാനായിട്ട് സാധിച്ചിട്ടില്ല. കൂടുതൽ ആളുകൾ സംബന്ധിയായ കാര്യങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് സുരക്ഷിതമായ ഒരു മണ്ഡലം കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പല ചർച്ചകൾ തന്നെ തുടങ്ങിവെച്ചെങ്കിലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം കൊച്ചിയിൽ നിന്ന് അടക്കം നേരിടേണ്ടി വന്നു. പിന്നീട് പെരുമ്പാവൂരിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പക്ഷേ പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് തന്നെ ഉറപ്പിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്യുന്നു. ഏതായാലും ഇക്കുറിയും സമവാക്യങ്ങളിൽ മാറ്റമുണ്ടാകില്ല എന്ന വിശ്വാസം UDF കേന്ദ്രങ്ങൾക്കുണ്ട് എങ്കിൽ കൂടിയും അതിൽ ചില പ്രതീക്ഷകൾ തെറ്റിക്കുന്നത് 2020യുടെ കടന്നുവരവ് കഴിഞ്ഞ തവണ കുറേയേറെ വോട്ടുകൾ ഇതിൽ നിന്ന് പോയിരുന്നു. പക്ഷേ ഇത്തവണ 2020 NDAക്കൊപ്പമാണ് ചേരുന്നത്. 2020യുടെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയുടെ കുന്നത്തുനാട് കേന്ദ്രീകരിച്ചുള്ള വിവിധ മണ്ഡലങ്ങളെല്ലാം തന്നെയാണ്. ഇപ്പോൾ കുന്നത്തുനാടിൽ കഴിഞ്ഞ തവണ CPM നേടിയ വിജയമുണ്ട്, PV ശ്രീനിജനിലൂടെ നേടിയ വിജയമുണ്ട്. അത് ഇക്കുറി 2020യുടെ കടന്നുവരവോടെ ഇത് അവിടെ ഒരു വ്യക്തമായ ഒരു നിർവചനമില്ലാത്ത രീതിയിലേക്ക് പോകും എന്ന രീതിയിലുള്ള ചില വിലയിരുത്തലുകളുണ്ട്. ഏതായാലും അത്തരം ചില ചർച്ചകൾ മുന്നോട്ട് പോകുന്നു. തൃപ്പൂണിത്തുറയിൽ 2020യുടെ സ്ഥാനാർത്ഥിയായി അഖിൽ മാരാർ വരുന്നു എന്ന വാർത്ത കൂടിയുണ്ട്. അല്ലെങ്കിൽ സാബു ജേക്കബ് തന്നെ മത്സരിക്കണമെന്നൊരു നിർദ്ദേശം BJPയുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ അതിശക്തമായ രീതിയിലുള്ളൊരു മത്സരം നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തൃക്കാക്കരയിൽ ഇതുവരെ LDFന്റെ ഒരു സ്ഥാനാർത്ഥി നിർണയം ഘട്ടത്തിലേക്ക് വന്നിട്ടില്ല. പല പേരുകൾ അവിടെ പറഞ്ഞു കേൾക്കുന്നു. ഒരു ഘട്ടത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി സ്വതന്ത്ര വീണ്ടും പരീക്ഷിക്കാമെന്ന രീതിയിലേക്കാണ് CPMനകത്തെ ചർച്ചകൾ പോകുന്നത്. അതനുസരിച്ച് സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ അനിത മേരിയുടെ പേരടക്കം അവിടെ പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏരിയ സെക്രട്ടറി AG ഉദയകുമാറിന്റെ പേരും അവിടെ പരിഗണിക്കുന്നു. എറണാകുളത്തേക്ക് വരികയാണ്, എറണാകുളം നിയമസഭാ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇക്കുറി ISJDയുടെ സ്ഥാനാർത്ഥി, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ സ്ഥാനാർത്ഥി സാബു ജോർജാണ് ഇക്കുറി മത്സരിക്കുന്നത്. കാരണം ഇത്തവണ അങ്ങനെയൊരു വെച്ചുമാറ്റ ചർച്ചയ്ക്ക് CPM തയ്യാറായി എന്നതാണ്. അങ്കമാലിയിൽ അതനുസരിച്ച് നേരത്തെ ജനതാദൾ മത്സരിച്ചുകൊണ്ടിരുന്ന അങ്കമാലിയിലേക്ക് ഇത്തവണ സാജു പോൾ, മുൻ MLA ആയ സാജു പോൾ CPM സ്ഥാനാർത്ഥിയായി ഇവിടേക്ക് വരുന്നുണ്ട്. ഇങ്ങനെയൊരു മാറ്റ ചർച്ചയെക്കുറിച്ച് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് CPMനകത്ത് LDFനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അങ്ങനെയെങ്കിൽ കുറച്ചെങ്കിലും ഒരു പ്രതികരണം മണ്ഡലത്തിൽ സൃഷ്ടിക്കാൻ ഇടതുമുന്നണിക്ക് സൃഷ്ടിക്കാൻ
കഴിയുമെന്ന പ്രതീക്ഷ പൊതുവിലുണ്ട്. പ്രത്യേകിച്ച് സാബു ജോർജിന് വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ വിപുലമായ ലത്തീൻ സഭയുമായി അടക്കം അദ്ദേഹത്തിനുള്ള അടുപ്പം, നേരത്തെ കൊച്ചി ഡെപ്യൂട്ടി മേയറായിരുന്നു, അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു അടുപ്പമെല്ലാം മുതലാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് LDF കേന്ദ്രങ്ങളുള്ളത്. അങ്ങനെ പൊതുവിൽ കൂട്ടിലും കിഴിക്കലുമായിട്ട് തന്നെ മുന്നണികൾ മുന്നോട്ട് പോകുമ്പോൾ UDFന് ഉള്ള ഒരു അപ്രമാദിത്വം അത് ഇക്കുറിയും ഊട്ടിയുറപ്പിക്കാൻ എറണാകുളം ജില്ലയിൽ കഴിയും. ഒരു പരിധി കൂടി കടന്നുകൊണ്ട് കൈവിട്ടുപോയ സീറ്റുകൾ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ UDF നിലനിർത്തുന്നു. അതോടൊപ്പം തന്നെ LDFന്റെ ഒരു കടന്നു കയറ്റം ചില മണ്ഡലങ്ങളിലെങ്കിലും പുതിയ സ്ഥാനാർത്ഥികൾ കൊണ്ടുവരുന്നതിലൂടെ ഇത്തരം ചില കൈമാറ്റങ്ങളിലൂടെ തങ്ങൾക്ക് കുറച്ചുകൂടി മേഖലകളിലേക്ക് കടന്നു കയറാൻ കഴിയുമെന്നൊരു വിശ്വാസമാണ് LDFനുള്ളത്. 2020യിലൂടെ നേടിയെടുത്ത ഒരു സഖ്യം അത് പരമാവധി മുതലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് NDAയും ജില്ലയിൽ കണ്ടുവയ്ക്കുന്നത്. അങ്ങനെ ഒരു ശക്തമായ ഒരു ത്രികോണ മത്സരം ഇത്തവണ പല മണ്ഡലങ്ങളിലും ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയുള്ള സൂചനകളാണ് നിലനിൽക്കുന്നത്. ശരി, ഡാനിപ്പോളാണ് എറണാകുളം ജില്ലയുടെ സാഹചര്യം ഒപ്പം തൃശൂരിന്റെയും സാഹചര്യങ്ങൾ വിശദീകരിച്ചത്. ത്രികോണ മത്സരം കൊണ്ട് ത്രസിപ്പിക്കും ഇത്തവണയും മഞ്ചേശ്വരം മണ്ഡലം. കാസർഗോഡും BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും ഉരുക്കുകോട്ടകളായി തുടരുമെന്നതാണ് ഇടതിന്റെ ആത്മബലം. രാഷ്ട്രീയ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു മഞ്ചേശ്വരം. പ്രത്യേകിച്ച് KS സുരേന്ദ്രന്റെ വരവോടുകൂടിയാണ് സംസ്ഥാന രാഷ്ട്രീയം തന്നെ ഏറെ പ്രാധാന്യത്തോടുകൂടി മഞ്ചേശ്വരത്തെ ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം KM ഷാജി കൂടി കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുന്നതോടുകൂടി രണ്ട് മണ്ഡലങ്ങളിലും വളരെ നിർണായകമായിരിക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം നടക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരവും അതുപോലെ തന്നെ കാസർഗോഡും. ഇവിടെ രണ്ടിടത്തും BJP ആണ് രണ്ടാം സ്ഥാനത്ത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മഞ്ചേശ്വരത്ത് ചിത്രം തെളിഞ്ഞിരിക്കുന്നു. AKM അഷ്റഫ് വീണ്ടും UDFന്റെ സ്ഥാനാർത്ഥിയാകുമ്പോൾ KS സുരേന്ദ്രൻ നേർക്ക് നേരുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത്. അതോടൊപ്പം KR ജയന്തിയാണ് LDFന്റെ സ്ഥാനാർത്ഥി. കാസർഗോഡേക്ക് വന്നാൽ കാസർഗോട്ട് KM ഷാജിക്ക് എതിരായി BJPയിൽ ML അശ്വിനി BJP ജില്ലാ അധ്യക്ഷ മത്സരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനം. ഒരു വനിതാ സ്ഥാനാർത്ഥി കാസർഗോട്ടേക്ക് എത്തുന്നു എന്നതാണ് ഇത്തവണ ഏറ്റവും പ്രധാനം. ഏതായാലും ഈ രണ്ട് മണ്ഡലങ്ങളിലും BJPക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും വളരെ നിർണായകമാണ്. അത്രത്തോളം വാശിയേറിയ പോരാട്ടമായിരിക്കും ഈ രണ്ട് മണ്ഡലങ്ങളിൽ നടക്കുക. BJP കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ആരംഭിച്ച മണ്ഡലമാണ്. ഏത് വിധേനയും ഇത്തവണ വിജയിക്കുക എന്നതാണ് BJPയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് KS സുരേന്ദ്രനെ തന്നെ വീണ്ടും ഈ മണ്ഡലത്തിൽ ഇറക്കിയത്. ഒരു തവണ 89 വോട്ടിനാണ് സുരേന്ദ്രൻ പരാജയപ്പെട്ടതെങ്കിൽ കഴിഞ്ഞ തവണ 745 വോട്ട് മാത്രമാണ് BJPക്ക് കുറവായി ഉണ്ടായത്. ഏതായാലും ഇത്തവണ അത് പിടിച്ചെടുക്കാനാകും, മണ്ഡലം പിടിച്ചെടുക്കാനാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് ഉദുമയിലാണ്. ഉദുമയിൽ CH കുഞ്ഞുമ തന്നെ വീണ്ടും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാവുമ്പോൾ UDFനകത്ത് പല പേരുകളും ഉയർന്നു വന്നെങ്കിലും ഏറ്റവും ഒടുവിലായി മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രദീപ് കുമാറിന്റെ പേരാണിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. പ്രദീപിനാണ് സാധ്യത എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. അതോടൊപ്പം മുൻ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിലും നീലകണ്ഠനും അവിടെ സാധ്യതാ പട്ടികയിൽ നേരത്തെ തന്നെ ഇടം പിടിച്ചാണ്. ഏതായാലും ആ കാര്യത്തിലും ഒരു തീരുമാനം വളരെ വേഗം തന്നെ UDFന്റെ ഭാഗത്തുണ്ടാവും. കാഞ്ഞങ്ങാട് CPIക്ക് കാലങ്ങളായി CPIക്ക് നൽകുന്ന മണ്ഡലമാണ്. ഗോവിന്ദൻ പള്ളിക്കാപ്പിലാണ് കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി. ഹരീഷ് P നായരായിരിക്കും UDFന്റെ സ്ഥാനാർത്ഥിയായി വരിക. നേരത്തെ തന്നെ സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നതാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഹരീഷ് P നായരുടെ പേര് തന്നെയാണ് കാഞ്ഞങ്ങാട് മണ്ഡലത്തിലും ഉയർന്നു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് തൃക്കരിപ്പൂറാണ്. ഇടതിന്റെ ഉരുക്കുകോട്ട എന്ന് പറയപ്പെടുന്ന ഈ തൃക്കരിപ്പൂറിൽ VPP മുസ്തഫ ആയിരിക്കും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി. ആ രീതിയിലാണ് അന്തിമ പട്ടിക ഇടതുമുന്നണിയുടെ പോയിട്ടുള്ളത്. ആ ഒരു പ്രഖ്യാപനം മാത്രമേ ഇനി വരേണ്ടതുള്ളൂ. VPP മുസ്തഫ മണ്ഡലത്തിൽ പ്രചരണം സജീവമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ജോമോൻ ജോസ് അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായി പരിഗണനയിലുണ്ട്. അതോടൊപ്പം DCC പ്രസിഡന്റ് PK ഫൈസലും വളരെ നിർണായകമായി പട്ടികയിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആ ഒരു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചും ഒരു അന്തിമ തീരുമാനം ഇനി വരേണ്ടതുണ്ട്. ഏതായാലും 5 മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങൾ നിലവിൽ LDFനാണ്. ആ 3 മണ്ഡലങ്ങളും നിലനിർത്താൻ തന്നെയാണ് LDFന്റെ തീരുമാനം. അതോടൊപ്പം മഞ്ചേശ്വരവും ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ ഇടതുമുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് KR ജയന്തി തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നു. നേരത്തെ ഷഹനാസ് പാദൂർ ആയിരിക്കും LDF സ്ഥാനാർത്ഥി എന്ന തരത്തിൽ
തലത്തിലൊക്കെ കാര്യങ്ങൾ റിപ്പോർട്ടുകൾ ഉയർന്നു വന്നെങ്കിലും അതെല്ലാം മാറി ഇപ്പോൾ KR ജയന്ത അവിടെ സ്ഥാനാർത്ഥിയാകുന്നു. ഇനി കാസർഗോഡ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും? അതാണ് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് INL കാലങ്ങളായി കൊടുക്കുന്നതാണ്. ഇനി ഷഹനാസ് പാദൂറിനെ കാസർഗോഡ് മത്സരിപ്പിക്കാനുള്ള ധാരണ, അത്തരത്തിലുള്ള ധാരണയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിലൊരു അന്തിമ തീരുമാനമായിട്ടില്ല. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം 2 മണ്ഡലങ്ങളാണ്. അത് കാസർഗോഡും മഞ്ചേശ്വരവും. BJP 2ാം സ്ഥാനത്താണ്. BJP ഇത്തവണ ഈ 2 മണ്ഡലങ്ങളും പിടിച്ചെടുക്കുമോ എന്നതാണ്. അതല്ല മുസ്ലിം ലീഗ് തന്നെ നിലനിർത്തുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അത് ഏതായാലും ഏറ്റവും പ്രധാനമാണ്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം ഉണ്ടായാൽ അപ്പോൾ തന്നെ പ്രചരണത്തിലേക്ക് കടക്കാൻ രീതിയിൽ സ്ഥാനാർത്ഥികളെല്ലാം അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും വലിയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സാധ്യതാ പട്ടിക സംബന്ധിച്ച് പല പേരുകൾ ഉയർന്നു വന്നെങ്കിൽ ഇപ്പോൾ അന്തിമമായൊരു പട്ടിക ഇപ്പോൾ ഈ രീതിയിലാണുള്ളത്. എന്തായാലും വാശിയേറിയ മത്സരമായിരിക്കും 5 മണ്ഡലങ്ങളിൽ നടക്കുക. പ്രത്യേകിച്ച് ഉദുമ, തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, മഞ്ചേശ്വരം ഈ 3 മണ്ഡലങ്ങളുടെ മത്സരമായിരിക്കും വളരെ നിർണായകമാവുക. കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂറും ഇടതിനൊപ്പം എന്നും മനസ്സിൽ നിൽക്കുന്ന മണ്ഡലമാണ്. വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. എന്നാലും ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിവ് ഉണ്ടാവുമോ എന്നതും വളരെ പ്രധാനമാണ്. സാഹചര്യങ്ങളാണ് KV ബൈജു വിശദീകരിച്ചത്. കോഴിക്കോടേക്ക് വന്നാൽ 2 ദശാബ്ദമായി MLA ഇല്ലെന്ന ചീത്തപ്പേര് മാറ്റാൻ കഴിയുമോ കോൺഗ്രസിന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കോഴിക്കോടിനെ സംബന്ധിച്ച് ഉയരുന്നത്. വയനാട്ടിലും തെരഞ്ഞെടുപ്പ് ആവേശം വലിയ രീതിയിലുണ്ട്. സിറ്റിംഗ് സീറ്റിൽ പോലും തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്ന സാഹചര്യം കൂടി വയനാടിനെ സംബന്ധിച്ചുണ്ട്. റിപ്പോർട്ടിലേക്ക്. 3ാം തവണയും തുടർഭരണം ലക്ഷ്യമിടുന്ന പിണറായി വിജയൻ സർക്കാരിന് അല്ലെങ്കിൽ LDF സർക്കാരിന് മലബാർ മേഖലയിലെ വലിയ വോട്ട് വർധനവ് അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഫലം ആവർത്തിക്കുക എന്നത് ഭരണം നിലനിർത്താൻ ഏറ്റവും നിർണായകമാണ്. മറുപക്ഷത്ത് ഭരണം പിടിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് മലബാർ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന സീറ്റുകൾ വലിയ ഒരു ചാലകശക്തിയായി മാറും എന്നാണ് UDFന്റെ പ്രതീക്ഷ. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ വലിയ തരത്തിൽ LDFന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞ ഇടമാണ്. കോഴിക്കോട് ജില്ലയിൽ പരിശോധിച്ചാൽ 2001 ശേഷം കോൺഗ്രസിന് MLA-മാരെ പോലും സംഭാവന ചെയ്യാൻ കഴിയാത്ത ഒരിടമാണ്. 2001 കൊയിലാണ്ടിയിൽ നിന്നും P. ശങ്കരനും കോഴിക്കോട് നിന്നും A. സുജനപാലും ജയിച്ചതാണ്. അതിനുശേഷം കോൺഗ്രസ് MLA-മാർ ജില്ലയിൽ നിന്നും നിയമസഭയിലേക്ക് പോകാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ സ്ഥിതിഗതികൾ മാറ്റണമെന്ന കൃത്യമായ ഒരു നിശ്ചയത്തിലാണ് UDF ക്യാമ്പുള്ളത്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷൻ അടക്കം വലിയ മാറ്റങ്ങൾ വരുത്താൻ UDFന് കഴിഞ്ഞിരുന്നു. ഒറ്റയ്ക്ക് കോർപ്പറേഷൻ ഭരിച്ചിരുന്ന CPM-ന് ഇത്തവണ കേവല ഭൂരിപക്ഷം തയ്ക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. ജില്ലാ പഞ്ചായത്ത് ഭരണം ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായാലും ബേപ്പൂരാണ് ഏറ്റവും താരമണ്ഡലമായി ഇത്തവണ ശ്രദ്ധയിൽ വരിക. പ്രത്യേകിച്ചും മന്ത്രി മുഹമ്മദ് റിയാസിനെ നേരിടാൻ PV അൻവർ നിലമ്പൂരിൽ നിന്നും എത്തുന്നതാണ് മണ്ഡലത്തിലെ മത്സരത്തെ ഏറ്റവും സജീവമാക്കുന്നത്. കോഴിക്കോട് നോർത്തിൽ നിലവിലെ MLA തോട്ടത്തിൽ രവീന്ദ്രൻ തന്നെ മത്സരിക്കും. അദ്ദേഹത്തിന് KPC സെക്രട്ടറി K. ജയന്താവും നേരിടുക. കാനത്തിൽ ജമീല MLA മരിച്ച ഒഴിവിൽ കൊയിലാണ്ടിയിൽ മുൻ MLA ദാസനാണ് LDFന് വേണ്ടി മത്സരത്തിലിറങ്ങുക. അവിടെ DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ മത്സരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം KK രമ വടകരയിൽ ഇത്തവണ മത്സരിക്കുന്നു. RJD സ്ഥാനാർത്ഥിയാവും അവിടെ ഉണ്ടാവുക. കഴിഞ്ഞ തവണ LDF വിജയിച്ച CPIക്ക് വിജയം സമ്പാദിച്ച നാദാപുരത്ത് K. അഭിജിത്ത് എന്ന യുവ സ്ഥാനാർത്ഥി ഇത്തവണ UDF കളത്തിലിറക്കും. അവിടെ വസന്തം എന്ന വനിതാ സ്ഥാനാർത്ഥിയാണ് കളത്തിൽ ഇറക്കാൻ LDF തയ്യാറെടുത്തിരിക്കുന്നത്. ലിൻഡോ ജോസഫാവും തിരുവമ്പാടിയിൽ ഇത്തവണയും മത്സരിക്കുക. പക്ഷേ തിരുവമ്പാടി സീറ്റിനെ ചൊല്ലി ഇപ്പോഴും UDFൽ തർക്കം നിലനിൽക്കുകയാണ്. ലീഗ് മത്സരിച്ചിരിക്കുന്ന സീറ്റ് വേണം എന്ന ആവശ്യമുന്നയിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. പക്ഷേ ആ സീറ്റ് കാര്യത്തിൽ ഇപ്പോഴും ഒരു ധാരണ എത്തിയിട്ടില്ല. കൊടുവള്ളിയിൽ മത്സരിച്ച MK മുനീർ ഇത്തവണ കോഴിക്കോട് സൗത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. LDF കൺവീനർ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ മത്സരിക്കുന്നതിനുള്ള ഒരു മത്സരിക്കാൻ തന്നെ ഇത്തവണയും തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും സിറ്റിംഗ് MLA-മാരെ വീണ്ടും കളത്തിലിറക്കി വിജയം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് LDF ക്യാമ്പുള്ളത്. ഒപ്പം ഇത്തവണ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മറ്റൊരു സ്ഥലം കണ്ണൂരാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്നും 3ാം തവണയും ജനവിധി തേടും. പക്ഷേ മട്ടന്നൂരിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ 2021 നിയമസഭയിലേക്ക് എത്തിയ KK ശൈലജ ആ മണ്ഡലത്തിൽ നിന്നും മാറുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടങ്ങളിൽ നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നായി പേരാവൂരിനെ മാറ്റുന്നത്. അവിടെ KPC പ്രസിഡന്റ് സണ്ണി ജോസഫാവും KK ശൈലജയെ നേരിടുക. വലിയ പോരാട്ടം തന്നെ നടക്കും. പാർട്ടി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലങ്ങളിൽ ഒന്നായി പേരാവൂർ മാറാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. തീപാറുന്ന പോരാട്ടത്തിനാണ്
ആ നിലയിൽ പേരാവൂരിൽ അരങ്ങൊരുങ്ങാൻ പോകുന്നത്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. മലപ്പുറത്തേക്ക് വന്നാൽ ക്ലീൻ സ്വീപ്പാണ് മുസ്ലിം ലീഗിന്റെ കണക്കുകൂട്ടൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലവും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവുമാണ് മുസ്ലിം ലീഗിന്റെ ഈ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ. അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെ ഞെട്ടിക്കാനാണ് LDF സജ്ജമാകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ എല്ലാ പാർട്ടികളും വലിയ ആത്മവിശ്വാസത്തിലാണ്. മലബാറിലേക്ക് വരുമ്പോൾ, മലപ്പുറത്തേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് UDF-ന് വലിയ പ്രതീക്ഷയാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ തവണ 4 സീറ്റ് മാത്രമാണ് മലപ്പുറം ജില്ലയിൽ LDF-ന് ലഭിച്ചതെങ്കിൽ ഇത്തവണ മലപ്പുറത്തെ 16 സീറ്റുകളും UDF തൂത്തുവാരുമെന്ന ആത്മവിശ്വാസമാണ് അവർ പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങിയതിൻ്റെ ഒരു ആത്മവിശ്വാസം UDF-നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം, അതായത് മലപ്പുറം ജില്ല തൂത്തുവാരിയ വിജയം UDF-നെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. ഇത്തവണ LDF-നാകട്ടെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സീറ്റുകൾ നിലനിർത്തുമെന്ന ഒരു ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അത്ര എളുപ്പമുള്ളതല്ല. മലപ്പുറത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് ഇവിടെ ലീഗിന് മുമ്പിലുള്ളത് സീറ്റ് വെച്ചുമാറ്റം പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ്. അതായത് തിരുവമ്പാടിയും പട്ടാമ്പിയും തമ്മിലുള്ള ആ സീറ്റ് വെച്ചുമാറ്റം പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനായിട്ടില്ല. അതിൽ ഒന്നാണ് തവനൂര്. പ്രത്യേകിച്ച് മലപ്പുറം DCC പ്രസിഡന്റായ VS ജോയ് തിരുവമ്പാടിയിലേക്ക് മത്സരിക്കാൻ ഒരുക്കി നിൽക്കുകയാണ്. ആ തിരുവമ്പാടി പട്ടാമ്പി സീറ്റ് കൈമാറ്റം അല്ലെങ്കിൽ വെച്ചുമാറ്റം ധാരണയാകാത്ത സാഹചര്യത്തിൽ ഒരു പക്ഷേ തവനൂരിലേക്ക് VS ജോയ് വന്നേക്കാം എന്ന ഒരു കണക്കുകൂട്ടലുണ്ട്. അങ്ങനെ VS ജോയ് വരികയാണെങ്കിൽ അവിടെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സന്ദീപ് വാര്യരും PTA ജയമോഹനെ പോലുള്ളവരെ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം കോൺഗ്രസിന് മുൻപിലുണ്ട്. അതുമാത്രമാണ് മലപ്പുറം ജില്ലയിൽ അല്പമെങ്കിലും UDF-നെ സംബന്ധിച്ച് തലവേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുള്ളത്. മറുവശത്ത് LDF-നാണെങ്കിൽ അവരെ സംബന്ധിച്ച് പൊന്നാനി ഉറച്ച പ്രതീക്ഷയുണ്ട്. പക്ഷേ അവിടെയും സ്ഥാനാർത്ഥി നിശ്ചയം കഴിഞ്ഞതിന് ശേഷം, സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞതിന് ശേഷം പ്രാദേശികമായിട്ട് എതിർപ്പുകൾ വരുന്നുണ്ട് എന്നുള്ളതും LDF-ന് തലവേദന ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. അത് പൊന്നാനിയിലും തവനൂരിലും സമാനമായ സാഹചര്യമുണ്ട്. V അബ്ദുറഹ്മാൻ, KT ജലീൽ, അതുപോലെ തന്നെ പൊന്നാനിയിൽ MK സക്കീർ, നിലമ്പൂരിൽ U ഷറഫ് അലി തുടങ്ങിയവർ അവരുടെ സ്ഥാനാർത്ഥിത്വം ഏകദേശം ഉറപ്പിച്ച സ്ഥിതിയിലാണ്. ശരി, എന്തായാലും ലീഗിന്റെ അപ്രമാദിത്വം മലപ്പുറത്ത് തുടരുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 2 കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണമാണ് മോഷണം പോയിരിക്കുന്നത്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് പോലീസിൽ പരാതി നൽകി. 20 കോടി വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളാണ് തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരത്തിൽ നിന്നും കാണാതായിരിക്കുന്നത്. അതും 2025 നവംബർ മാസമാണ് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടതെങ്കിലും രാജകുടുംബാംഗങ്ങൾ പിന്നീട് അത് കുടുംബങ്ങളിലേക്ക് കൈമാറി പോയിട്ടുണ്ടോ, മറ്റാരെങ്കിലും എവിടേക്കെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന തരത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമല്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് കഴിഞ്ഞ ദിവസത്തോടുകൂടി പോലീസിൽ കമ്മീഷണർക്ക് പരാതി നൽകിയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പേരൂർക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പുരാവസ്തു മൂല്യമടക്കമുള്ള, അതായത് വളരെ പഴക്കം ചെന്നിട്ടുള്ള ആഭരണങ്ങളാണ് ഇവിടെ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല അത് 2025 നവംബർ മാസമാണ് ബംഗളൂരുവിലേക്ക് പോകുന്നതിന് മുൻപായി അലമാര തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ല എന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് കുടുംബങ്ങളിൽ മറ്റും നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ 2 ദിവസം മുൻപ് ഈ ഒരു നഷ്ടമായിരിക്കുന്നത്, അതായത് മോഷണം പോയതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കവടിയാർ കൊട്ടാരത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നഗരമധ്യത്തിൽ തന്നെയാണ്, അതീവ സുരക്ഷാ മേഖലയുമാണ്. അതുകൊണ്ട് തന്നെ പുറമേ നിന്നും ഒരു വ്യക്തി അകത്ത് കയറി ഈ സ്വർണം ഇവിടെ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു കൊട്ടാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കണം ഈ ഒരു മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. എന്ത് തന്നെയായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് വലിയ രീതിയിലുള്ള, അതായത് 10-ലധികം ഡിസൈനിൽ വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏത് കൈമാറ്റം ചെന്ന് പോയിട്ടുണ്ടോ, കാരണം മാസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു മോഷണം നടന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും പോലീസ് ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമായും അത് പുറമേ നിന്ന് ഇവിടേക്ക് എത്തിയവരുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ക്യാമറാമാൻ ബിബിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിലെ പ്രമുഖ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറിംഗ് ജ്വല്ലറി ശൃംഖലയായ റീഗൽ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം പാലക്കാട് പ്രവർത്തനം ആരംഭിച്ചു. ടൗൺ ബസ് സ്റ്റാൻഡ് റോഡിൽ സജ്ജമാക്കിയ അത്യാധുനിക ഷോറൂമിന്റെ ഉദ്ഘാടനം ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര താരവുമായ മഞ്ജു വാര്യർ നിർവഹിച്ചു. പാലക്കാട് നഗരസഭ ചെയർമാൻ P. സ്മിതേഷ് ഭദ്രദീപം കൊളുത്തി. ചടങ്ങിൽ ചെയർമാൻ TK ശിവദാസൻ, MD ആൻഡ് CEO ബിബിൻ ശിവദാസ്, ക്ഷേമ ശിവദാസ്, പല്ലവി നംദേവ്, കുമാരി അനൈഷ, മാസ്റ്റർ അഭിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു. വൻ ജനപങ്കാളിത്തത്തോടെ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളും സന്നിഹിതരായിരുന്നു.
ഞാൻ ശരിക്കും റീഗൽ ജ്വല്ലേഴ്സിന്റെ ഇനോഗ്രേഷൻ ചെയ്യുന്ന ആദ്യത്തെ ഷോറൂമാണ് ഇത്. റീഗൽ ജ്വല്ലേഴ്സിന്റെ കുടുംബത്തിലേക്ക് ഞാൻ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഷോറൂം ഉദ്ഘാടനം ആദ്യത്തെയാണ്. വലിയ സന്തോഷമുണ്ട്. പുതിയൊരു തുടക്കമാണ്. ഇത് വളരെ നല്ല രീതിയിൽ ഇത് എന്താ പറയുക അസോസിയേഷൻ മുന്നോട്ട് പോകണം എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിലൊരു പുതിയ തുടക്കം തന്നെ ആവട്ടെ ഇനോഗ്രേഷൻ. ഷൂട്ടിങ്ങിനുമൊക്കെയാണ് വന്നത്. ഒരു ഉദ്ഘാടനത്തിന് ഞാൻ അങ്ങനെ അധികം വന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടും പുതിയൊരു മാറ്റവും നല്ലൊരു തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,635 രൂപ, പവന് 1,17,080 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,085 രൂപ, പവന് 96,680 രൂപ. വെള്ളി ഗ്രാമിന് 275 രൂപ, കിലോയ്ക്ക് 2,75,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.